Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. നമസ്കാരം. മാധവേട്ടാ, ഈ ബദൂരി നല്ലൊരു ദിവസായിട്ട് എനിക്ക് കയ്യിലപ്പ. രാധു, അച്ഛാ ഇങ്ങ് വാ, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. വന്നേ, വാ മാധവേട്ടാ. കേറിയിരിക്കട്ടോ ജലജ. പുതിയതൊന്നല്ല അന്നേ, ഈ മാല എന്റെ ഉണ്ണി ആദ്യം പണിക്ക് പോയ ആള് വാങ്ങി തന്നതാണ്. കമ്മല് കുട്ടൻ വാങ്ങി തന്നത്. നല്ല രസമില്ലേ? ഈ സാരി എനിക്ക് എന്റെ കണ്ണമ്മോ വാങ്ങി തന്നതാണ്. വാവേ, നീ ആരെയാ പെരുകുന്നീ? ഒന്നുമില്ല, നിങ്ങൾ കണ്ടിന്യൂ. സോറി. മറ്റു കൂട്ട് കൊടുക്ക. നീ ഏതാ കുത്തമ്പിനാറെ? ഞാൻ യമ്മയുടെ കസിൻ. കുട്ടി ഏതാ? ഞാൻ കശ്മീരാ, കുട്ടേട്ടൻ അനിയത്തിയ. ഓ വാവ. വാവൊന്നുമല്ല. സോറി, ആദ്യമായിട്ടല്ലേ കാണുന്നേ. ഗോവയിൽ എപ്പോ വന്നു? ഇന്നലെ. പിന്നെ നടക്കുമ്പോ താഴോട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവർക്കും തന്നെ പോലെ നീളുണ്ടാവണമെന്നില്ല. ലച്ചുനൊന്നും നീളൂല, കൂട്ടി മുട്ടിയാ തീർന്ന്. ശരി. പിന്നെ വാവേന്ന് വിളിച്ചാ മതി. എന്നാ ഞാൻ പോന്നു. മോളെ ഏട്ടത്തി, കഴിഞ്ഞ ഇനി പരിസരത്ത് കാണുവാ? മെഹറുത്ത, ഞാൻ ഗുലാബ് ജാമുൻ തിന്നതൊന്നും അമ്മേനോട് പറഞ്ഞേക്കല്ലേ, എന്റെ പൊന്നല്ലേ. ആലോചിക്ക, നടക്ക്. തിരിഞ്ഞേക്ക്. ഇനി സ്ലോ മോഷനിൽ നോക്ക്. ഓ ചിരിക്കട പൊട്ട. ഇനി സൺഗ്ലാസ് ഇട്. പോയടാ, ഞാനിപ്പോ കുരുടനെ പോയിണ്ടാവും. എനക്കൊന്നും വേണ്ട. കഴിഞ്ഞിട്ടേ തുടങ്ങാനായി. എടാ മുടുക്ക, കൊറേ ആളുണ്ടാടാ, എനക്കൊരു ടെൻഷൻ. നീട്ടി ശ്വാസം വലിച്ചു പിടി. ഗുഡ് ആറ്റിറ്റ്യൂഡ്, ഫുൾ കോൺഫിഡൻസ്. ഓക്കെ, കുറച്ച് ചിരി. ലെഫ്റ്റ് സൈഡിൽ നോക്ക്. സ്മൈൽ. റെഡി. നോക്കട്ടെ നോക്കട്ടെ. കൊള്ളാടാ, കൊള്ള, ഇഷ്ടപ്പെട്ട്. എടാ ഫീഗരാ. നിന്റെ ചിരി അടിപൊളിയാടി. മീര, എന്നാ ഇങ്ങ് വാ. ഇപ്പൊ വരെ ഈ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ.
gentlemen, on behalf of both families, we welcome you to this beautiful occasion of love, joy and togetherness. എന്റെ മോളാണ് കോളേജിൽ വക്കീലാവാൻ പഠിക്കുന്നു. ആരെങ്കിലും ചോദിച്ച Today, we are here to celebrate the union of two incredible souls, Devyani and Arjun. So, it's the time to bring out the man of the hour. Eta, keri va. Oi, anda mon. And the wait is over. The tune of our hearts has arrived. Please welcome the beautiful bride to the stage. चुप माही चुप है रांझा बोले कैसे बहना जा बोले कैसे बहना जा 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 बोले कैसे बहना जा बोले कैसे बहना जा चुप माही चुप है रांझा My princess. रूठी है शब्द रब्बा रब्बा दिल भी है रूठा सब कुछ है बिखरा 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 सा रूठा रूठा चुप माही चुप है रांझा बोले कैसे वे राजा बोले कैसे वे राजा 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 बोले कैसे वे राजा बोले कैसे वे राजा चुप माही चुप है राजा 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 അടുത്തതായി ചെക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. മുത്തപ്പ ജെയിംസ്, നമ്മളെ വറുത്തിട്ട് കോരുവോ കോരിയിട്ട് വറുക്കൂ? രണ്ടും. ആദ്യം തന്നെ ചെറിയൊരു ടാസ്കാണ്, ക്യാരക്ടർ സ്വിച്ചിങ്. ഇപ്പൊ തൊട്ട് ദേവ് കുട്ടനും കുട്ടൻ ദേവുമായിട്ട് സംസാരിക്കണം. കളിക്കലെടുത്തണ്ടി ഓള് കൊലത് പിടിച്ചു പറയണം കുത്തിയില്ലാത്ത പെണ്ണാന്ന്. നോ എക്സ്ക്യൂസ് മോനെ, കാണിച്ചേ പറ്റൂ. പക പോക്ക് വന്നല്ലടാ ഏട്ടം തട്ടി. I am so excited. അപ്പൊ തുടങ്ങിക്കോ. ഷോ us your romance. ഓ ചത്ത് 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 ഇവനായോണ്ട് പറയാനാവില്ല. 18+ കാണും അല്ലേ സുഷു? വേണ്ട നീനം പറയുന്ന നിങ്ങളെ മോൻ. കാണിക്കട കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. ജാമിക്ക് ഈസിയാണ്, പക്ഷെ കുട്ടം പെട്ടു. ഓളുടെ ഭാഷ കേട്ടാലേ മനസ്സിലാവില്ല, പിന്നല്ലേ പറയാൻ. Your time starts now. തുറത്തിയേ മുത്തപ്പ ഇവിടെ സീരിയസ് ആന്നാ? എന്ത് ദൊറോത്തി നീ ഒന്നും പറയാത്തെ? അയ്യേ തിരിച്ചടിക്കുന്നത് ഞാനിങ്ങനെയൊന്നും അല്ല തുറത്തിയെ. ദേവുമോളെ പറ. പട്ടി ദേവൂട്ടി, ഈ ചെക്കൻ എന്തെന്നായി കാണിക്കുന്നത്? എടാ അഭിനയിക്കടാ അഭിനയിക്ക്, വിളിക്ക് കുറ്റാൻസ്. എന്നാ നീ കുഞ്ഞി തലയിൽ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലാ? തന്നിട്ട് പോയാ മതി. എടാ ഷട്ടർടാ ഷട്ടർടാ. ഷട്ടറിട്ട കണ്ണ നിന്റെ അണപ്പള്ളി ഞാൻ അടിച്ച് തെറിപ്പിക്കും. എനക്ക് പറയാനുള്ളത് കേട്ടിട്ടേ നീ പോവൂലോ ദൊറോത്തി. ആഹാ ബലേബിഷ്. ഇതിലും വലുതോന്നി നീ ഒന്നും വരാനില്ല. പാവ എന്റെ മോൻ, അന്നേരേ പറഞ്ഞു രക്ഷോട കേട്ടില്ല. പോട്ടെ. അയ്യോ എന്റെ മാധവട്ട, എനിക്ക് ചിരിക്കാനാവൂല. ദേവുമോളെ ഓന്റെ പൃഥ്വിരാജ് ഡയലോഗ് പറ. എന്റെ പെണ്ണിനെ തൊടുന്നോടാ നാളീന്ന്. മീനോമേ, എനിക്ക് ഇവളെ ഇഷ്ടാണ്. ഇവക്കും എന്നോട് അതേ ഇഷ്ടമുണ്ട്. എനിക്ക് ചിലപ്പോ കാനഡയിലെ സുഖസൗകര്യങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതില്
ഓളൊരിക്കലും റിഗ്രറ്റ് ചെയ്യൂല. ഈ ഭൂമിയിൽ ഒന്നിനു വേണ്ടിയിട്ടും കുറ്റൻ ദേവുന വിട്ടുകൊടുക്കൂല. ഇവളെ കഴുത്തില് വേറൊരുത്തന്റെ താലി വീഴണേല് കുറ്റൻ ചാവണം. ചേർത്ത് വെച്ചത് എന്റെ ഈ ഹൃദയത്തിലേക്കാണ്. തട്ടിയെടുക്കാൻ ശ്രമിക്കാം, എന്നിൽ നിന്നും മറിച്ചും പിടിക്കാം. പക്ഷേ തേടി വരാൻ ഞാനില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. 7 കടലുകൾക്കപ്പുറം നീ ജന്മം കൊണ്ടത് എന്നിൽ അലിഞ്ഞു ചേരാനാണ്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാതെ എന്റെ മാത്രം സ്വന്തമായി തരുന്ന അടങ്ങാത്ത പ്രണയം. അർജുന്റെ മാത്രം ദേവയാമി. സോ ഫ്രണ്ട്സ്, 10 രൂപ കൊടുത്ത 1000ന്റെ അഭിനയം കാണിക്കുന്ന ദേവും അഭിനയിക്കാൻ പറഞ്ഞ ജീവിക്കുന്ന കുട്ടനും. വാവ്, വാട കപ്പിൾ അല്ലേ? അപ്പോ രണ്ടാളും ജയിച്ച സ്ഥിതിക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? ആർ യു റെഡി ഗൈസ്? ഹിയർ വി ഗോ. പ്രിയ കലാസ്നേഹികളെ, ഒരിടവേളയ്ക്ക് ശേഷം മനോഹർ ആൻഡ് സൺ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന ഗാനമേള. ആദ്യം തന്നെ മെയിൻ പാരഡിസ്റ്റ് മനോഹർ ഡാഡിയെ ക്ഷണിക്കുന്നു. എൻജോയ് എൻജോയ്. അമ്മൂട്ടി, വാവേ, നീ നേരത്തെ പറഞ്ഞ ഡിവോഴ്സ് നോട്ടീസ് ഇല്ലേ, അതൊന്ന് വേഗം അയക്കേ. സഹിക്കാൻ പറ്റാത്തോണ്ട. ഹലോ ഹലോ ചെക്കലോ, ഹലോ ഹലോ, നമസ്കാരം. എന്റെ ഫാൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ മനോഹരൻ പുതിയൊരു പാരഡിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. ഓക്കെ, എൻജോയ്. റെഡി ബോയ്സ്? കത്തിക്കങ്ങോട്ട്. കൂരുത്തം കെട്ടവൾ, കുരുത്തം കെട്ടവൻ, കൂരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൻ. പണ്ടെങ്ങാണ്ട് എമറാൾഡ് ഫ്ലൈറ്റിൽ കണ്ണൂര് വന്ന് കീഞ്ഞതല്ലേ കുരുത്തം കെട്ടവൾ. കുരുത്തം കെട്ടവൾ. അന്നോളെ കൂട്ടാൻ പോയപ്പം ഉടുക്കത്തെ ജട ഇട്ട് വന്നില്ലേ കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൻ. പിന്നങ്ങോട്ട് പൂരമല്ലേ, തെരുവിളിയിലെ അഭിഷേകമല്ലേ, പിന്നൊരു ലോറിയോട്ടയും കൂട്ടിമുട്ടി സലം സലം. കണ്ണേട്ടാ, yesterday night lorry crashed auto. കുരുത്തം കെട്ടവൾ. കുരുത്തം കെട്ടവൻ. തെയ്യത്തിന് കൂട്ടി പോയില്ലേ, അടക്കടന്ന് തല്ലും കൂടിയില്ലേ, എല്ലാം കഴിഞ്ഞ് വളയും ബജ്ജിയും വാങ്ങിക്കൊടുത്ത് കയ്യെ പിടിച്ച് നടന്ന് പോയില്ലട നീ. തൊട്ടു പോയതിന് പൊണ്ണ. കുരുത്തം കെട്ടവൻ. കമോൺ ബരീസ്. കുരുത്തം കെട്ടവൾ. പിന്നങ്ങോട്ട് പ്രേമമല്ലേ, ദോറത്തി പോയി ദേവുട്ടിയായി, വായി തുറന്ന കുട്ടൻസായി. അങ്ങനെ ഇപ്പൊ നിശ്ചയം കഴിഞ്ഞ് എല്ലാം കൂടെ ശുഭം ശുഭം. കുരുത്തം കെട്ടവൾ. കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൾ. കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവൾ. കുരുത്തം കെട്ടവൾ. നന്ദി, നമസ്കാരം. ഒരു നാണമില്ലാത്ത മനുഷ്യനും മോനും. കുറ്റീൻസ്, I want some water. ഇത്രയും നേരം കുളിച്ചതൊന്നും പോരാ നിനക്ക്? അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുട്ട ഹാപ്പി അല്ലേടാ? ഓ, ഇത്രവേ ക്ഷീണിച്ചാടാ. ഇതല്ല എന്ത്, ഇത് ഡൂക്ലി. ഇനിയാണ് ഒറിജിനൽ ഗിഫ്റ്റ്. നെഞ്ചത്ത് വെക്കണം എന്റെ. അപ്പോ ഫ്രണ്ട്സ്, അടുത്തതായി നമ്മുടെ കുടുംബത്തിലെ ഗാന കോകില, ദ എൽഡേഴ്സ് ആൻഡ് പവർഫുൾ പില്ലർ. അമ്മേ, നിങ്ങെങ്ങാനും പോവണ്ണേ. ഞാനൊന്നുമല്ല, എനക്ക് സ്റ്റേജിൽ കയറിയ കോരി ഉറക്കൂ. So let's welcome our charming princess. അതേത് രാജകുമാരി? അല്ല, മീനാക്ഷിയ? അല്ല, അതിലും മൂത്തത്. നമസ്കാരം. അമ്മേ, മാന്യ സദസ്സിന് വന്ദനം. ഞാൻ
ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്റെ കുട്ടനും ദേവും ഒന്നായി. ആ സന്തോഷത്തില് ഞാനൊരു പാട്ട് പാടാന്ന് വിചാരിച്ചു. തുടങ്ങട്ടാ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴിത്തിങ്കളിൻ മടുമലർമണി തട്ടിലിൽ പൊന്മാനോ പാൽ കനവോ വേളി നീലാവായി തേടി വരാം ഞാൻ നീ എന്റെ സന്ധ്യയല്ലേ തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അല്ലേ അളിയ? ശുശു, ഞാൻ വിചാരിക്കുന്നു നമുക്ക് വാവേനിയും പേ കെട്ടിച്ചാലാ? ദൈവോളും ഒരേ പ്രായല്ലേ? അത് നല്ല കാര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ മോള് സമ്മതിക്കൂല. അച്ഛാ. എന്തു മോളെ? എന്തോ ഉണ്ടല്ലോ. മനിച്ചാ സൂക്ഷിച്ചോ, ആ വിളിയിൽ എന്തോ ഒരു അപാകതയുണ്ട്. ഏട്ടന്മാരെ, ഞാനൊരു കല്യാണം കഴിച്ചാലോ? ആ, എനിക്കിപ്പം കല്യാണം കഴിക്കാൻ തോന്നുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞില്ലേ, ജോലിയായില്ലേ, മെച്ചൂരിറ്റി വന്നില്ലേ. മെച്ചൂരിറ്റി ഒന്നും ആര് പറഞ്ഞിനി? നിന്നെക്കാളും തടിയേട്ടത്തി. നിനക്ക് കെട്ടി പ്രസവിക്കാമെങ്കിൽ എനക്കും കഴിക്കാം. കഴിച്ചോ കഴിച്ചോ. അതിന് കെട്ടാൻ ചെക്കൻ വേണ്ടേ? അയ്യോ ഇവള്, ഞാൻ എന്റെ അളിയന്റെ ഇൻട്രൊഡക്ഷൻ സീനാ പ്രതീക്ഷിച്ചിന്. ഇതൊരുമാതിരി. വാവേ, നീ കാര്യായിട്ടാ? ആ മാമ, ഇനി അങ്ങോട്ട് ഒരു കൂട്ടുവാണെന്ന് തോന്നുക. വാവേ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ? ഇല്ല മാമി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരാളെ കാണിച്ചു തന്നാ മതി. എന്നാ നമുക്ക് അന്വേഷിക്കാം അല്ലേ അളിയ? പക്ഷേ എനക്കൊരു കണ്ടീഷൻ ഉണ്ട്. പറ. അറിയാത്ത ഒരാളെ ഞാൻ കിട്ടൂല. നമ്മളെ ഫാമിലിനെ നല്ലോണം അറിയുന്ന ഒരാളായിരിക്കണം. ഞാനും എന്റെ ഏട്ടന്മാരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന ആളായിരിക്കണം. ഇനി തെറ്റിദ്ധാരണയൊന്നും നേരെയാക്കാനുള്ള സമയമൊന്നും എനക്കില്ല. എന്നിട്ട് എന്റെ വീട്ടുകാരാ ഓന്റെ വീട്ടുകാരായിട്ട് കാണുന്ന ആളായിരിക്കണം. എന്നിട്ട് എന്റെ വീട് സ്വന്തം വീടായിട്ട് കാണുന്ന ആളായിരിക്കണം. അതെ അതെ, അത് വേണം. എന്റെ പുട്ട് ആസ്വദിച്ച് തിന്നുന്ന ഓനായിരിക്കണം, അല്ലേ? യാ എന്റെ എല്ലാ തല്ലുള്ളിത്തരത്തിനും കൂട്ടു നിൽക്കുന്നവനായിരിക്കണം. ഓഫ് കോഴ്സ്.
എന്നെ ഇങ്ങനെ മിനിറ്റിന് അലിയ അലിയ എന്ന് വിളിക്കുന്നവനാണല്ലേ? യെസ്. പോസസീവ്നെസ് മൂത്ത് എണീച്ചു പോകുന്നവനും ആവാം. പിന്നെ അത് വേണം. ഇക്കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ? ഞാൻ പറയാം. ശിവനിലുണ്ട്, വിഷ്ണുവിലില്ല, പ്രിയേശിലുണ്ട്, പ്രിയയിലില്ല. ആരാണ് മോൻ? എന്തെന്ന്? ഇനി ആ മണിക്കുട്ടനാണോ? ഏയ്, ആ ചെറിയ ചെക്കനല്ലേ. മമ്മി, മീനു, എന്താ അച്ഛന് കിട്ടിയ ഉത്തരം? അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞാ നീ സമ്മതിക്കുവാവേ? ആ, സമ്മതിക്കും. പക്ഷേ അച്ഛൻ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ഒന്ന് കാസർഗോഡ് വരെ ഒന്ന് പോണം. നീ എന്ത് പറയുന്നളിയാ? ആയിക്കോട്ടെ, പക്ഷെ അതിനു മുമ്പേ നീ പോയിട്ട് തീരുമാനാക്കിട്ട് വാവേ. ആ കലേ. പിന്നല്ല. എന്നാ ഞാൻ പോവാണേ. പ്രൊസീഡ്, ഓടിക്കോ. ലോല, എന്തേ? ഈ പിക്ക് എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. ക്രിസ്റ്റി എടുത്തതാ. ക്രിസ്റ്റി പറയുന്നു എന്റെ ചിരി കാണാൻ നല്ല രസാന്ന്. ആയിരിക്കും. അതെന്നാ നിനക്ക് സമ്മതിച്ചാല്? അതെന്തിനാ ലോല നീ എന്നെ നേരത്തെ മീരേന്ന് വിളിച്ചേ? എനിക്കറിയില്ല, ഞാൻ പോവാ. എല്ലാരും സെറ്റിലായി ലോല. എല്ലാവർക്കും കൂട്ടുണ്ട്. ഞാൻ ഒറ്റക്കായ പോലെ തോന്നുക. ക്രിസ്റ്റിക്ക് വരെ ലൈനുണ്ടടാ. നന്ദൂന്നാ പേര്. ആ, ആദ്യം പോയി എന്റെ വീട്ടുകാരുടെ മുന്നിൽ എന്റെ അച്ഛനോട് പറ എന്നെ ഇഷ്ടം നിന്ന്. ഓ, പിന്നെന്താ? നീ എവിടെ പോയി? നീ അത് ഒരു കോള്. ആ, നീ പോയ സമയത്ത് നമ്മ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ച് 2 മാസം കഴിഞ്ഞാല് വേറെ കല്യാണം. നീ കുടുംബസമേതം വരണം. കല്യാണ 2 മാസാ? ജമ്മു. എന്റെ ചക്കനെ മക്കാറാക്കല്ലടാ. ഓ, എന്റെ ചെക്കൻ കുട്ട, നോട്ട് ദ പോയിന്റ്. എത്ര കാലമായിട്ടാ അറിയ തുടങ്ങിയിട്ട്? എന്ത് കളിക്കലേ. പണ്ടേ നിന്റെ അളിയമ്പളി കേട്ടപ്പേ ഞാൻ ഊഹിക്കണേനും എന്റെ വീട്ടിലേക്ക് എൻട്രി ടിക്കറ്റ് ആണെന്ന് നീ ചോദിക്കുന്നത്. ഞാൻ പണ്ടേ ഊക്കിയത്. ഓ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അന്നെ ഊക്കുവാണല്ലേ തെണ്ടുകളെ. മാറങ്ങോട്ട്. മനുവേട്ടാ, അല്ല അച്ഛാ. ഓ, മനുവാട്ട മതിയടാ, അതാണ് സുഖം. സുഷോമേ, സഹതാപം മാത്രം. എവിടെ എത്തേണ്ട ചെക്കനീനും. എനിക്ക് പണ്ട് ഇഷ്ടണ്ട്. പിന്നെ ഓളിഷ്ടത്തിന് വിട്ടതീനും. ഓ, വലിയ ത്യാഗി. കൈവിട്ട് പോയതെന്തോ തിരിച്ചു കിട്ടിയ എനക്ക്. എന്റെ ജീവൻ കൊടുത്ത് നോക്കിക്കൊള്ളാൻ ഞാൻ. എനിക്ക് തന്നാ മതി. സ്നേഹ സത്യാണെങ്കിൽ അതെപ്പായാലും നമ്മളിലേക്ക് തിരിച്ചു വരും. ബാബേനെ നിനക്ക് തിരിച്ചു കിട്ടിയതുപോലെ എന്റെ മക്കള് സന്തോഷായിട്ടിരിക്കും. നീയാണ് ഞാൻ സ്വപ്നം കണ്ട എന്റെ മരുമോൻ. നിന്നെ ഞാനിവിടെ എന്നെ കാണുന്നു. എന്റെ ബിസിനസ് ഞാൻ നിന്റെ പേരിൽ എഴുതി തരാം. അയ്യേ, എനക്കൊന്നും വേണ്ട പോയി. എന്നാ നിനക്ക് എന്നെ പോണമില്ല, പോ. അങ്ങനല്ല, ടോൺ മാറിപ്പോയതാ. കോഴിയൊക്കെ എനിക്ക് തരാമോ എന്നാ ഞാൻ ചോദിച്ചേ. ഗുഡ് ബോയ്. അപ്പൊ ആ
കല്യാണത്തിന് കമ്മിറ്റി പ്രസിഡന്റ് ഞാനാണേ, ഞാൻ പിടിച്ചു. അച്ചടാ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരൂല. മോനെ മാധവ, എന്റെ അവസാനത്തെ ആഗ്രഹം എന്നാന്നറിയാം എനിക്ക്. മതി പറയണ്ട. അച്ഛ, മാമ, പപ്പ, ഏട്ടന്മാരെ ഞങ്ങള് കെട്ടുന്നില്ല. ലിവിങ് ടുഗെദർ ആക്കാൻ പോവാ. എന്തെന്ന്? ലിവിങ് ടുഗദർ, അതായത് കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് ജീവിക്കാൻ. പറ്റില്ല, സമ്മതിക്കൂല ഞാൻ. അയ്യേ, അതെങ്ങനെ ശരിയാവല്? ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നോർമൽ ആണെന്നേ. പുറത്തൊക്കെ ഇങ്ങനെ തന്നെയാ. എല്ലാവരും കല്യാണം ഒന്നും കഴിച്ചിട്ടല്ല ഒരുമിച്ച് ജീവിക്കുന്നേ. എന്നാ അങ്ങനെ ആവട്ടെ. എല്ലാ അളിയ അവരെ ആഗ്രഹം, അവരല്ലേ ജീവിക്കണ്ടേ. അതെ അതെ, പക്ഷേ രജിസ്റ്റർ മാരേജിന് ശേഷം ലിവിങ് ടുഗെദർ അതേ നടക്കൂലു. അപ്പോഴേ തോന്നി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നാട്ടുകാരെ മുന്നിൽ വേഷം കെട്ടി നിൽക്കാനൊന്നും എനക്കിഷ്ടല്ല, എനക്ക് കഴിയും ചെയ്യില്ല. എനിക്കും ഇഷ്ടല്ല പീപ്പിളോഫോബിയ. എന്തെന്നാന്ന് പീപ്പിളോഫോബിയ? അതെന്നാ സാധനവും? അത് ഈ കുറെ അറിയാത്ത ആൾക്കാരെ കാണുമ്പോ ഉണ്ടാവുന്ന ഒരു തരം അസുഖാണ്. ഓഹോ, ഞാൻ അറിഞ്ഞിട്ട. എന്തായാലും നീ വീട്ടിലൊന്ന് സംസാരിക്കും ലൊക്കേഷൻ, എന്നിട്ടൊരു ദിവസം തമ്മിൽ കണ്ട് സംസാരിക്കാം. ഇപ്പൊ കല്യാണമൊന്നും വേണ്ട മാതാച്ച, കുട്ടിന്റെ കല്യാണമൊക്കെ കഴിയട്ടെ. അടുത്ത മാസം ഞാൻ അമേരിക്കക്ക് പോകും. അവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയിൽ ഫോട്ടോഗ്രാഫറായി ജോലി സെറ്റായി. ഞാൻ പോയെന്ന് സെറ്റിലാവട്ടെ. അപ്പോ അതുവരെ അമേരിക്ക വർക്ക് ചെയ്യാല. അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോക്കോളാം. എന്ന് ആരിക്ക് വർക്ക് ചെയ്യാലാന്ന്? ഭാവ. അയ്യോ, ഓന്റെ ഒരു മീര. ഇനി എന്തെല്ലാം കാണണോ കേക്കണോ? ആരായി കളിയാക്കുന്നത്? ബ്യൂട്ടി, ചാരുമോളെ, നെഹ്റുമോളെ, ചക്കരെ, തേരെ, പാലെ, പൊന്നെ, ചുങ്കുട്, ചുച്ചുടു, ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല എന്ന വിചാരം. പാടലോല, നമുക്ക് കുറച്ച് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം. അങ്ങനെ അതും തീരുമാനായി. ഇന്ന നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തു വെച്ചേ. മീനു, ഈ അച്ചപ്പം കൂടി ബാക്കി. ഏട്ടത്തി ലേശ അച്ചാറൂടെ. അച്ചാറല്ല സൈന് കൊണ്ടുവന്നിട്ടുണ്ട്. ദേവുന് ഇഷ്ടമുള്ള ചെമ്മീൻ അച്ചാറും ഉണ്ട്. ഇന്ന ഇത് എന്റെ കമ്പനിയിൽ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ്. നീ തന്നെ ടേസ്റ്റ് നോക്കണം. കുറച്ച് സായിപ്പന്മാർക്കും വെച്ചു കൊടുക്കണേ. ഇഷ്ടപ്പെട്ട ഞാൻ എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതൊരു ബിസിനസ് ആക്കാന്ന്. സെറ്റ് സെറ്റ്. മെഹറു, ആ പാക്കറ്റ് ഇട്. ഇന്ന അത് നല്ലോണം അമർത്തി വെക്ക് കണ്ണാ, ഇനി ഈ സാധനം കൊള്ളൂ. ഓ, എന്നെ പഠിപ്പിക്കണ്ട. എന്റെ ചാലു, അവർക്ക് കൊണ്ടുപോകാൻ വാങ്ങിയ സാധനം നീ തന്നെ തിന്നു തീർക്കുക. കുറച്ച് റെസ്റ്റ് എടുക്ക്. അല്ലെങ്കിൽ എനക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ എന്നെ തീരെ ഇഷ്ടല്ലാന്ന്. ഞാൻ തടിക്കുന്നോണ്ടല്ലേ. പോ. അത് ശരിയാണ്. ഏട്ടത്തി ലേശം തടിച്ചൊന്നും പറഞ്ഞ് ഏട്ടൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. മോശം മോശം. ദൈവം എന്ത് ഭേദം, നിന്നായിരുന്നു എടുത്ത് കെട്ടുകെട്ടിക്കണ്ട്. മോനെ മോനൂട്ടാ, എല്ലാ കൊല്ലവും തെയ്യത്തിന് ലീവ് എടുത്തിട്ട് വരണം. എല്ലാ ദിവസവും വിളിക്കണം. ഇത്രയും ദിവസം പെണ്ണൊപ്പരം നിന്നിട്ട് പോകുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. യാമി ഇവിടെ തന്നെയല്ലയോ അമ്മ ജീവിക്കാൻ പോന്നെ. വിഷമിക്കാണ്ട് നിക്ക്. എന്റെ കുട്ടനും ദൈവവും നല്ല വിഷമത്തിലാണ്. പാവന്റെ മക്കള്.
യാമി, ഈ പാക്കറ്റ് നിന്റെ ബാഗിൽ വെക്കണേ. എന്റെ ബാഗിൽ സ്ഥലമില്ല മമ്മി. അതെ, എന്റെ 4 ടീഷർട്ട് എടുത്ത് പുറത്ത് വെച്ചാ ആ പാക്കറ്റ് വെക്കാൻ സ്ഥലം കിട്ടും. അങ്ങനെ ഇപ്പൊ ഞാൻ വെക്കുന്നില്ല. പാട്ടെ, മയ്യക്ക് എന്റെ കുപ്പായം തിരിച്ചു വെച്ചേ. നിനക്ക് എന്തിനാ എന്റേത്? എന്റെ കുപ്പായം കണ്ടപ്പോ നിന്നെ ഒരുമാതിരി ഉടുക്കാനില്ലാത്ത കളിയാണ്. കുറ്റൻസ്, ആ യെല്ലോ മുടി എവിടെ? 4 മുണ്ട് കൂടി തരട്ടാ, എന്നാ ഷെൽഫ് അങ്ങ് കാലിയായി കിട്ടും. ഫണി, തൽക്കാലം ഇത്ര മതി. ക്ഷീണിച്ച് ഞാൻ. കഴിഞ്ഞ ഇനി എന്തേലും വേണോ തമ്പുരാട്ടി? കുറ്റൻസിന്റെ പെർഫ്യൂം തരുവോ? മിസ് ചെയ്യുമ്പോ മണപ്പിക്കാനാ. എനക്ക് നിന്നോടൊന്നും പറയാനില്ല എന്റെ തുറത്തി. കുറ്റൻസ്, എന്റെ കൂടെ വരുവോ? പറ്റൂലേ, ഞാൻ എന്റെ രാധുവിനെ വിട്ട് വരൂല. ഷോ, കുറ്റൻസിനെ മടക്കി ഒടിച്ച് പെട്ടി കെട്ടാൻ പറ്റുമായിരുന്നെ ഞാൻ ചോദിക്കാണ്ട് പറയാണ്ട് എടുത്തോണ്ട് പോയേനെ. നീ ഇപ്പൊ പോയിട്ട് വാ എന്റെ ദേവൂട്ടി. 3 കൊല്ലം കഴിഞ്ഞാ എന്റെ അടുത്തോട്ട് തന്നെയല്ലേ വരുവാ. എന്നിട്ട് നമുക്ക് 2 പിള്ളേരെല്ലായിട്ടാണോ കാനഡക്ക് ഹണിമൂണ് പോവാം. റിയലി? പിന്നല്ലാണ്ട്. കുറ്റൻസ്, ഞാനൊരു സാധനം തരട്ടെ. വാതിലടച്ചിട്ടില്ലേ ദേവൂട്ടി, ആരെങ്കിലും കേറി വരും. അതല്ല, വെയിറ്റ്. ഇതെന്നാ? My gift. Open it. ബ്രേസ്ലെറ്റാ? യാ, നമ്മൾ ഇതിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്ത്. ഇഷ്ടായോ കുറ്റൻസ്? ഒരുപാട്. ഇനി ഞാനൊരു സാധനം തരാം. ഇതെന്താ? വാവ്, കുപ്പിവള. I love you, Kuchens. And I will miss you. I love you. എന്റെ മോക്ക് മുത്തപ്പൻ നല്ലത് മാത്രമേ വരുത്തൂല. എന്റെ മോള് സന്തോഷായിട്ട് പോയിട്ട് വാ. നല്ലോണം പഠിച്ചിട്ട് വേവാ, നമുക്ക് ഇവനെ വരച്ചവരയിൽ നിർത്തേണ്ടിയാണ്. നീ പേടിക്കണ്ട പെണ്ണേ, നിന്റെ ചക്കനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും. ഞാനും സന്തോഷായിട്ട് എന്റെ മോള് പോയിട്ട് വാ. വരുമ്പോക്ക് ഞാൻ പുതിയ കുറെ കഥ ഉണ്ടാക്കി വെക്കൂ. നീ എന്തായാലും പോവാങ്ങില്ലേ, ഇനി കരഞ്ഞിട്ടെന്ത് കാര്യം? എന്നിട്ട് കണ്ണേട്ടൻ എന്തിനാ കരയണേ? ഞാനാ കരയാനാ? മെഹറു, എന്റെ കണ്ണ് വരപ്പൊന്നുണ്ടോ നോക്ക്. കണ്ണേട്ടാ, കരയണ്ട, സാരില്ല. നിന്നെ മിസ് ചെയ്യുന്നൊരു വിഷമം. പോയിട്ട് വാ. ശുഭം, എന്റെ മീനാച്ചി, നമ്മെ ലീഡനില്ലേ? നീ ഇങ്ങോട്ടില്ലേ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ലേ പോന്ന്? ഹാപ്പി ആയിട്ടിരിക്കും, ഇങ്ങനെ കരയല്ലേ. ചേച്ചിക്കുട്ടി. ചാരു, ബേബീസിന് ഞാൻ പറഞ്ഞ നെയിം തന്നെ ഇടണേ കേട്ടോ കുടുംബി, മാറ്റല്ലേ? ഇല്ല എന്റെ പൊന്നേ. ക്യാഷ്? ഓ, കഴിഞ്ഞ നാട്ടി ചീപ്പണ്ട്. ഹാപ്പി ആയിട്ടിരിക്കും. യമി, ഇറ്റ്സ് ടൈം. എന്നാ നമ്മ പോവാണേ, അടുത്ത വരവിന് കാണാം. പോയിട്ട് വാ. കുട്ടേട്ടാ. എന്റെ ദേവൂട്ടി പോന്നെ പഠിച്ച നിന്റെ സ്വപ്നങ്ങളെല്ലാം സ്വന്താക്കാനല്ലേ? അതിനിങ്ങനെ കരഞ്ഞുകൊണ്ടാന്ന് പോവുക?
ഒരു ഫോൺ കോളിന്റെ ഇപ്പുറം നിന്റെ കുട്ടൻസില്ലേ? ശരിക്ക് സമയായി, പോയിട്ടോ. ഞാൻ പോയിട്ട് വേഗം വരും. വരണം, ഞാൻ കാത്തിരിക്കും. I'll miss you. I love you.